ഹലോ ഗൈസ്, അപ്പോൾ വീണ്ടും ഹായ്. കുറച്ച് നാൾ വീഡിയോ ഒന്നും ഇട്ടില്ല, കുറച്ച് തിരക്കായിരുന്നു, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കണ്ടന്റ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ആളുടെ ഒരു യൂട്യൂബ് ചാനലിൽ കുറേ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ എൻ്റെ ഫീഡിൽ വരുന്നുണ്ട്. അത് കണ്ടു. അത് പിന്നെ അതിൻ്റെ ട്രോൾ ഇങ്ങനെ കണ്ടപ്പോഴത്തേക്ക് വെറുതെ ഒരു ചാനലുണ്ടല്ലോ, നമുക്ക് പറയേണ്ടത് പറയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു സംഭവമാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാം, നിങ്ങളെ കൂടെ കാണണമെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്തായാലും ഒന്ന് കാണിക്കാം. ഓക്കെ. ചെക്കൻ ലൈഫ് ഓഫ് അനന്തു, സഞ്ജു ടെക്കി. അപ്പോൾ ഇന്ന് അനന്തു, ലൈഫ് ഓഫ് അനന്തു, പുള്ളിയുടെ കണ്ടന്റ് ഇന്ന് സഞ്ജു ടെക്കിയാണ്. അതായത് സഞ്ജു ടെക്കിയുടെ അവസ്ഥയെ പറ്റിയാണ് ഇന്ന് നമ്മുടെ അനന്തു നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. കാര്യം സഞ്ജു ടെക്കിയേക്കാൾ കൂടുതൽ അവൻ്റെ അവസ്ഥ അറിയാവുന്ന ഒരാളാണ് അനന്തു. അപ്പോൾ അനന്തു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൂടെ ഒന്ന് കാണിച്ചു തരാം. നോക്ക് ഗൈസ്, അത് വീഡിയോ അത്യാവശ്യം വൈറലായി. അപ്പൊ തന്നെ നമ്മുടെ ചെറിയ പണിഷ്മെന്റ് കൊടുത്തിട്ട് കൊടുത്തു കിട്ടപ്പോഴത്തേക്ക് ഭയങ്കര വാർത്തയായി. ഇയാളെ പോലീസ് പൊക്കി എടുത്ത് അവനത് കൊടുക്കാൻ പോരാ, അവന് കുറച്ചും കൂടെ തിരിക്കണം. അങ്ങനെ മൊത്തത്തിൽ അടം കൊടുത്ത് ബുദ്ധിക്കമാക്കായിട്ട് വീട്ടിൽ കൊണ്ട് അവന്റെ ലൈസൻസ് ആജീവനത്തെ റദ്ദാക്കി. മറ്റേ വണ്ടിയുടെ പെർമിറ്റ് ഒരു വർഷത്തേക്ക് കട്ട് ചെയ്തു. ആ വണ്ടിക്കകത്തുള്ളതുകൊണ്ട് എല്ലാം പറഞ്ഞ ലൈസൻസ് കട്ട് ചെയ്യുന്ന തോന്നുന്നത്. അത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഓടിച്ചത് രണ്ടുമല്ല, എന്നിട്ടും ലൈസൻസ്. അപ്പോ സഞ്ജുവിന്റെ ലൈസൻസ് കട്ട് ചെയ്ത് അവൻ അറിഞ്ഞുകൊണ്ട് എന്തിനാണ് ലൈസൻസ് കട്ട് ചെയ്തതെന്ന്. അതുപോലെ തന്നെ അവന്റെ വണ്ടിയിലുണ്ടായിരുന്ന കൂട്ടുകാരുടെ ലൈസൻസ് കട്ട് ചെയ്ത്. അവനങ്ങ് സന്തോഷം. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, അവനങ്ങ് ഭയങ്കര സന്തോഷം. ഒരുത്തൻ ഒന്ന് പെട്ടിരിക്കുമ്പോൾ അവനങ്ങ് സന്തോഷിക്കുക. കാര്യം എന്ന് പറയുമ്പോൾ എന്തിനാണെന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ അവനങ്ങ് ഭയങ്കര സന്തോഷം. എൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് നോക്കണം. അവൻ ചിരിക്കുന്നതാണോ കരയുന്നതാണോ, അല്ലെങ്കിൽ അവന് ഈ പറയും പോലെ എന്തെങ്കിലും വിഷമമുണ്ടോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ആണോ അതിൻ്റെ ഇമോഷൻ എന്നുള്ളത് ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവര് കാറുണ്ട്, പെണ്ണുണ്ട്, ലൈസൻസ് ഇല്ല. നമുക്ക് കാറുമില്ല, പെണ്ണുമില്ല, ലൈസൻസ് ഉണ്ട്. അതല്ലേ അങ്ങനെ നമുക്ക് ഉപകാരമുള്ളതൊന്നും നമ്മുടെ കയ്യിൽ കാണത്തില്ല, നമുക്ക് ഉപകാരം ഇല്ലാത്തത് നമ്മുടെ കയ്യിൽ കാണുകയും ചെയ്യും. അതതിന്റെ സൈക്കോളജി ഇനിയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അനന്തപുരം പറഞ്ഞത് കറക്റ്റ്. ആവശ്യമുള്ളതൊന്നും കയ്യിൽ കാണില്ല, അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ നിനക്കുണ്ടാവും. കാര്യം അവൻ ആവശ്യമുള്ളതുണ്ട്, ആ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇത്രയും സന്തോഷിച്ച് അവനെ ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരാളിങ്ങനെ ഒരു സിറ്റുവേഷനിൽ വീണ് കിടക്കുമ്പോൾ ലൈസൻസും പോയി, അതും ഒരു വണ്ടി പ്രാന്തല്ല, ലൈസൻസ് പോയി, അവൻ്റെ ഫ്രണ്ട്സിൻ്റെ പോയി, അവൻ്റെ വണ്ടിയുടെ ലൈസൻസ് RC കട്ട് ചെയ്തു. ഇത്രയും സിറ്റുവേഷൻ പറ്റിയിരിക്കുന്ന അവൻ്റെ ഒരു അവസ്ഥ നീ ഇത്രയും കോമഡി ആക്കി പറഞ്ഞപ്പോഴത്തേക്ക് നിന്റെ ഒരു വിഷമം നല്ലോണം മനസ്സിലാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. കഷ്ടം തന്നെ അവന്റെ കാര്യം, സത്യം പറഞ്ഞാല് വളരെ കഷ്ടം. ഇതൊക്കെ എവനെന്തിനാണ് അവൻ സഞ്ജു ടെക്കിയുടെ വ്ളോഗ്, അവന്റെ വ്ളോഗ് വേണോന്നുണ്ടെങ്കിൽ കണ്ടാ പോലെ, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ച് വിടുക. ഇത് ആ വീഡിയോ എടുത്തു വെച്ച് റോസ്റ്റ് ചെയ്യാൻ എവൻ ഇച്ചിരി ഉളുപ്പുണ്ടോ? പോണം ഇങ്ങനെ ഒരു അനന്തു, നീ എന്തായാലും വ്ളോഗ് ചെയ്യുന്നുണ്ട്, നിനക്ക് കുറച്ചുകൂടെ വൃത്തിയായിട്ട് വ്ളോഗ് ചെയ്തൂടെ? അവനവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒരു വീഡിയോ ഇട്ടു, അല്ലെങ്കിൽ ഒരു ഫുഡ് കഴിക്കുന്നു, ഒരു പാട്ടിട്ടെന്നും പറഞ്ഞ് നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്താണ്? നിനക്ക് സത്യം പറഞ്ഞാൽ തീരെ പിടിക്കുന്നില്ലേ? നീ സ്കിപ്പ് അടിച്ചിട്ട് വേറെ എന്തെങ്കിലും സാധനം വെച്ച് കണ്ടോണ്ടിരിക്കും. അവര് ചെയ്ത വ്ളോഗ് എടുത്ത് വെച്ച് നീ കണ്ടോണ്ടിരുന്നിട്ട് ഇതെല്ലാം ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ നീ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവനവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണത്. ഇപ്പൊ നീ ഇപ്പൊ കുറച്ച് കാലം കഴിയുമ്പോൾ നിനക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടാവുമെങ്കിൽ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. നീ ഒരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ആരെങ്കിലും ഇതേപോലെ കുറച്ച് വീഡിയോസിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ നിനക്ക് ഇന്നൊരു സിറ്റുവേഷൻ മനസ്സിലാവും. എന്നെ ആരും ചെയ്തെന്നല്ല, പക്ഷേ പൊതുവേ ഒരു സംഭവം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ.
വണ്ടി പോകുമ്പോ ഒരു പെണ്ണ് വന്നു പറഞ്ഞു അല്ല നമ്മൾ സിംഗേഴ്സിനൊക്കെ വിഷമം വരുന്ന രീതിയിൽ സന്ധിക്ക് ഇടുകയും എൻ്റെ പൊന്ന് സുഹൃത്തെ, അവൻ്റെ അലറല് നിനക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീ ആ ചാനൽ മാറ്റിയാൽ പോരെ. നീ അത് തന്നെ ഈ കണ്ടുകൊണ്ടിരുന്നിട്ട് അത് തന്നെ ഇത് റോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നീ അവൻ്റെ അലറലിനെ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ മോനെ? അത് നിന്നെ നോക്കി ചിരിക്കാൻ നിന്റെ അലറക്കം കാണാൻ നോക്കുന്നതായിരിക്കും. അത് വണ്ടി ഫുള്ള് ഗ്ലാസ് കേട്ടിട്ടല്ല നിന്റെ അലറക്കം ഒന്ന് കേൾക്കാറുണ്ട്. പലരിടത്ത് നിന്ന് ഇടപ്പള്ളി വരെ കേൾക്കാത്തിന്റെ അലറക്കം അമ്മാരി അലറക്കം. പിന്നെ അവര് വല്ലാത്ത കഷ്ടമാണ് നിന്റെത്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് ഭയങ്കരമായിട്ട് കൊതി, ഭയങ്കര ആഗ്രഹമാണ് വണ്ടി ഓടിക്കാൻ. ഇനി പറയുന്നത് അയ്യത്തൊക്കെ ഇട്ട് വണ്ടി ഓടിക്കാണ് അതിനൊരു കുഴപ്പമില്ലെന്ന് തോന്നുന്നത്. അയ്യത്തൊക്കെ ഇട്ട് കറക്കൊന്നും വലിയ പ്രശ്നം പറ്റില്ല. അതിന്റെ വീടുകളൊക്കെ ഇങ്ങനെയല്ല. പയ്യത്തിന്റെ വണ്ടി ഓടിക്കുന്നു പറഞ്ഞ് അയ്യം 10 ലക്ഷം രൂപ കൊടുത്താൽ പോലും കിട്ടാത്ത റീച്ചാണ് ലൈഫ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ആർക്കായാലും കുരു പൊട്ടൂല്ലേ? നിന്നെ വെറുതെ വിട്ട് അവര് സ്വയമേ നിന്റെ പേരിൽ ഹൈക്കോടതി ആ പഠിക്കുന്നത് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനകത്ത് ഏതെങ്കിലും ഒന്ന് രണ്ട് വാരം നമ്മുടെ റോഡ് നിയമങ്ങളെ പറ്റി ബേസിക് നോളജ് തരുന്ന എന്തിനെല്ലാം നിങ്ങൾ മുൻപെടുത്തി കഴിഞ്ഞാല് ഇങ്ങനെയുള്ള നമ്മുടെയൊക്കെ ഒരു വിവരമില്ലായ്മയുണ്ടല്ലോ റോഡിനകത്ത് കാണിച്ചു കൂട്ടുന്ന വിവരമില്ലായ്മ കുറച്ചൊക്കെ കുറഞ്ഞിട്ടൊന്നും എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ പലർക്കും അറിയത്തില്ല ഈ റോഡ് നിയമങ്ങൾ. സീരിയസ് എനിക്ക് പോലും അറിയത്തില്ല റോഡ് നിയമങ്ങൾ. നമ്മൾ എന്തൊക്കെ റോഡിൽ കാണിക്കാൻ പറ്റും, എന്തൊക്കെ റോഡിൽ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിനെ പറ്റിയുള്ള കൃത്യമായ നിയമം അറിയാൻ എത്ര വേണ്ടി ഇവിടെ ഒരു ഗണയും അറിയത്തില്ല. ആ കൂടി നമ്മൾ ഇത് പഠിക്കുന്നതെന്ന് വെച്ചാല് മറ്റേ ഇത് ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ 20 ക്വസ്റ്റ്യൻ 12 ശരിയാക്കും. അതായത് 12 പിള്ളേരെങ്കിലും ഒന്ന് ബോധവൽക്കരിക്കുന്ന തരത്തില് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. ഇവന്റെ അവസ്ഥ വരുന്നില്ല. ഇവൻ ഒന്നാമതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അതുകൊണ്ടാണ് ഇവന് ഇതിനകത്ത് പോയി ചാടിയത്. ഇവൻ നോക്കിക്കൊണ്ട് മറ്റേ വിദേശത്തൊക്കെ അമ്മ ഒരു കാരണത്ത് വെള്ളം ഒഴിച്ച് കിടന്ന് റോഡിൽ കൂടെ കിടന്ന് അഴുകുന്നുണ്ട്. എന്നാൽ പിന്നെ ഞാനും ഒന്ന് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഇവൻ ഈ പൊട്ടപ്പണം ചെയ്തെന്ന് പറഞ്ഞാൽ ഇവന്റെ വണ്ടി മറ്റേ 10-30 ലക്ഷം രൂപയുടെ സഫാരി വണ്ടിക്കകത്താണ് അവൻ വെള്ളം നിർത്തത്. മറ്റേ പുളിയറായ കാരണത്തെ. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ അനന്തുവിൻ്റെ ഒരു ആവശ്യം എന്ന് പറയുമ്പോൾ നമ്മൾ LKG തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള ബുക്കുകളിൽ നമ്മൾ റോഡ് നിയമം അത് ഗവൺമെൻറ് മുൻകൈ എടുത്തിട്ട് ചെയ്യുമായിരിക്കും. അനന്ത് പറഞ്ഞ് ചെയ്യും. അപ്പോൾ മുൻകൈ എടുത്തിട്ട് നമ്മൾ റോഡ് നിയമങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാര്യം അവന് തന്നെ അറിയില്ല, അനന്തുവിന് തന്നെ അറിയില്ല റോഡ് നിയമങ്ങൾ പലതും. അപ്പോൾ അതേ കണക്കൊരാൾ തന്നെയാണ് ഈ സഞ്ജുവും. അതിലൊരു വ്ളോഗർ ആയത് കൊണ്ടിട്ട് അവന് എക്സ്ട്രാ അറിവൊന്നും വേണമെന്നില്ല. നിങ്ങളെല്ലാവരും ചെയ്യുന്ന വ്ളോഗിങ് തന്നെയാണ് എന്നും പറഞ്ഞ് ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടിട്ട് അവനെല്ലാ നിയമം അറിയണമെന്നില്ല. ഇത് കഴിഞ്ഞു അവനെ അറിഞ്ഞു, അവൻ ചെയ്തതൊരു മണ്ടത്തരമാണെന്ന് അവന് മനസ്സിലായി. അവൻ മാപ്പ് പറഞ്ഞു, അവൻ വീഡിയോ ഇട്ടു, അതിനും മാപ്പ് പറഞ്ഞു. അവൻ്റെ സ്വത്ത് കൈ കിടക്കുന്നു, എന്താ ഒരുപാട് ഇഷ്യൂസ് അവന് പോകുന്നുണ്ട്. അപ്പോൾ യവനാണെന്നുണ്ടെങ്കിൽ അവനെ കളിയായിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പറയും പോലെ വണ്ടി അവിടെ കിടക്കുന്നു, ഇത്ര ലക്ഷം രൂപ കൊടുത്ത വണ്ടി അവിടെ കയറി കിടക്കുന്നു, ഇവിടെ കയറി കിടക്കുന്നു, ഒരുപാട് പറയുന്നുണ്ട്. ഇനിയും പൊളിച്ച് വിൽക്കണം. ഇതൊക്കെ തീരുമാനിക്കാൻ അനന്തമല്ലല്ലോ. അനന്തുവിൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയ സാധനമല്ലല്ലോ അത് പൊളിച്ച് വിൽക്കണോ അല്ലെങ്കിൽ ആക്രയ്ക്ക് കൊടുക്കണോ ഒക്കെ തീരുമാനിക്കാൻ വേണ്ടി. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. അതിലൊക്കെ ഒരുപാട് കയറി തലയിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വ്ളോഗിങ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. ഇത്രയും ഡീപ്പായിട്ടൊന്നും ആരും ഒന്നും റോസ്റ്റ് ചെയ്ത് കണ്ടിട്ടില്ല. ഈ അർജു അവരെയൊക്കെ നമ്മൾ വ്ളോഗ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, റോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഒരു തമാശ രീതിയിൽ മാത്രമേ ഉള്ളൂ. നീ വളരെ ഡീപ്പായിട്ട് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര മോശമാണ്. ഒരു സ്ഥലത്തും വേറെ സ്ഥലത്തോട്ടൊക്കെ വണ്ടിയൊക്കെ കറക്റ്റ് സമയത്തൊക്കെ എത്തണം പോകണമൊക്കെ കൊണ്ടാണ് ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇവനാണ് ഇവന് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. ഇവൻ മോസ്റ്റ് ഓഫ് ദ വീഡിയോസിൽ ഇവൻ വണ്ടിക്കകത്തിരുന്നിട്ടുള്ള പരിപാടിയാണ്. ഇവൻ ഇനി എങ്ങോട്ടേക്കും പോകണമെങ്കിലും ഒന്നെങ്കിൽ ഹയർ ചെയ്യണം ആരെങ്കിലും ഡ്രൈവർമാര്, അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിക്കണം, അല്ലെങ്കിൽ കാമുകിയെ വിളിക്കണം, എന്നിട്ട് ഏതെങ്കിലുമൊക്കെ ഒന്ന് നടത്തിക്കണം. അല്ലാതെ ഇവന് സ്വന്തമായിട്ട് വണ്ടി എടുത്ത് ഇവൻ ഇഷ്ടമുള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലും ഒക്കെ കാല് പിടിക്കാൻ നടക്കണം. ഒരു കാമുകയേ ഉള്ളു. ഒരു 3-4 ക്ലാസ്സിലൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം വിളിച്ചോട്ട് പോകരുത്. അപ്പോൾ അതാണ് ഗൈസ്. അപ്പോൾ സഞ്ജു ടെക്കിക്ക് കാർ ഒരു ഡ്രൈവറെ വെക്കാൻ കാശുണ്ടോ, കാശില്ലേ, കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്, ഇനി വണ്ടി ഓടിച്ച് പോകത്തില്ലേ, ഇതെല്ലാം ടെൻഷനാണ്. അനന്തുവിന് മൊത്തം ടെൻഷനാണ്. ഈ കാര്യങ്ങളെല്ലാം ഈ സഞ്ജു തന്നെ ഡെയിലിയുള്ള അപ്ഡേറ്റ്സ് വാട്സപ്പിൽ നമ്മുടെ അനന്തുവിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും അനന്തുവിന് വീഡിയോ ചെയ്യാൻ. കാര്യം കാശ് കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ല അവനൊരു ഇപ്പോഴും കൺഫേം അല്ല. അത് മാത്രമല്ല ഈ പറയും പോലെ 3-4 ഗേൾ ഫ്രണ്ട് കൂടെ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കാൻ ഓരോ ദിവസം ഓരോരുത്തർ വിളിക്കാമെന്നാണ്
അനന്ത് പറയുന്നത്. ഇതൊക്കെ എവിടുത്തെ വ്ളോഗിങ് ആണെന്നുള്ളത് ആദ്യമായിട്ടാണ്. ഇത് സത്യം പറഞ്ഞാൽ സഞ്ജു കണ്ടിട്ടോ എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇതൊന്നും ഒരാളുടെ പേഴ്സണലായിട്ടുള്ള സാധനങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഈ അനന്തു ഭയങ്കര ഓവറായിട്ടാണ് പറയുന്നത്. 2-3 പേരും കൂടെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഓരോരുത്തരെയും കൊണ്ട് വണ്ടിയായിട്ട് പോകാമായിരുന്നെന്ന്. ഇവൻ ഈ വ്ളോഗ് ചെയ്യുന്നത് കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് അറിയില്ല, ഞാനങ്ങനെ കാണാറില്ല. പക്ഷെ കമന്റ്സ് കുറച്ച് നോക്കി, കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ വീണ് കിടക്കുന്ന ഒരാളെ ഇങ്ങനെയും പറയാൻ പാടില്ല. നീ ഒരു ദിവസം വീഴും. ആ ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന ആരും ചിരിക്കാൻ കൂടെ കാണത്തില്ല. അത് നീ സഞ്ജു നിനക്കിട്ട് തിരിച്ചങ്ങ് ഒരു വീഡിയോ അങ്ങ് ചെയ്യുമ്പോൾ നീ പഠിക്കും, സത്യം പറഞ്ഞ. ഓക്കെ, എന്താ എക്സ്പ്രഷൻ ഉണ്ടോ? എന്താ എക്സ്പ്രഷൻ അവന്റെ? അങ്ങനെയാണ് ഇങ്ങനെയാണ് വർഷമാണ്. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ ഒരിക്കലും അഹങ്കാരിയല്ല. ഞാൻ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ വണ്ടിക്കകത്ത് വെള്ളം നിറഞ്ഞ വലിയ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും അടിച്ചെണ്ണായി കിട്ടിയില്ലേ?